എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. രാത്രിയിൽ കർത്താവെ വിശ്രമം നൽകിയതിനും നന്ദി പറയുന്നു. വിശ്രമിക്കാൻ പറ്റാത്തവരും ഉറക്കമില്ലാതിരുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. കുടുംബത്തിലെ അലോക്യങ്ങളും അസ്വസ്ഥങ്ങളും കാരണം ഉറങ്ങാതെ കിടന്ന മക്കളുണ്ട്. കർത്താവ് അവരെ എല്ലാം സഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് കൃത്യസമയത്ത് ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ, ഉറക്കമില്ലാതിരിക്കാനുള്ള കാരണങ്ങൾ, ചിലപ്പോൾ സ്വകാര്യ ബന്ധങ്ങളുടെ തകർച്ചയാകാം, ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമാകാം, അല്ലെങ്കിൽ ശാരീരിക രോഗമാകാം, പക്ഷേ വീട്ടിൽ അസമാധാനക്കുറവാകാം. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങയുടെ ദിവസം കണ്ണുനീരോടെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി അവരിലേക്ക് ആവശ്യിക്കണം. അവരുടെ കഴിവ് കൊണ്ടല്ല കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് അവിടെ അങ്ങേ സമാധാനം അനുഭവിക്കാനും സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരുമാന മാർഗങ്ങളില്ലാത്തവരുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കട അടച്ചിട്ടിരിക്കുന്നവരുണ്ട്, പുതിയ കച്ചവടം കാണാത്തവരുണ്ട്, കച്ചവടം പരാജയപ്പെട്ടവരുണ്ട്, അതുപോലെ വിൽക്കാൻ പാടില്ലാത്ത ചരക്കായിട്ട് കെട്ടിക്കിടക്കുന്നവരുണ്ട്, ഏജൻസി സഹായങ്ങൾ വീട്ടിലിരിക്കുന്നവരുണ്ട്, ആർക്കും വേണ്ടാത്തവരുണ്ട്, ഓഫറുകളൊക്കെ വന്ന് കോമ്പറ്റീഷൻ കൂടിയപ്പോൾ ജീവിക്കാൻ ഇത്രയും നാൾ ജീവിച്ച പല കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഈശോ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ കൊണ്ടും മത്സ്യമേഖലയിലെ വരുമാനം കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കുണ്ടായിട്ടുള്ള ഈടറിവുകൾ, അതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതിയ പുതിയ ബുദ്ധികൾ, പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആലോചനകൾ, അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോയിരിക്കുന്ന മക്കൾ, പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾ, ജോലിക്ക് പോയിരിക്കുന്ന മക്കൾ, അവർ ആ മേഖല അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നെല്ലാം മനം നൊന്തിരിക്കുന്നവർ അവരെ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. വിദേശത്തുള്ള രോഗികൾ, അവർ വല്ലാതെ വലയുന്നവരുണ്ട്. ഒരു ശുശ്രൂഷ ലഭിക്കാത്തവരും വളരെ മോശമായ സാഹചര്യങ്ങളിൽ നാട്ടിൽ പോരാനും പറ്റണില്ല, പോരാതിരിക്കാനും പറ്റുന്നില്ല, സമ്പത്തുമില്ല, ജോലിയുമില്ല, ഇങ്ങനെ കിടന്ന് കറങ്ങി വരുന്ന വേദനിക്കുന്നവർ ഇന്നും നീ സഞ്ചാരി മാതാവേ അമ്മ ഇന്ന് അവരെ സന്ദർശിക്കണം. ഈ പ്രാർത്ഥന കേട്ടിട്ട് അവർ നിൻ്റെ അനുഭവം കൊണ്ട് അടയാളം കിട്ടിയിട്ട് ആശ്വാസം അനുഭവിച്ചിട്ട് അവർക്ക് ഭാഷത്തിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അമ്മയോട് കർശനത്തോട് യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ തൊഴിലിടങ്ങളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ തൊഴിൽ കണ്ടുപിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി